ഹലോ, ഇത് കുറച്ച് ദിവസം മുന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയി. അതാണ് കേട്ടോ. എന്നും വീഡിയോ എടുക്കുമ്പോൾ വിചാരിക്കും ഇന്നെങ്കിലും ഫുൾ വീഡിയോ, ലോങ് വീഡിയോ, ഒരു ദിവസം മുഴുവനുള്ള വീഡിയോ ഒക്കെ എടുക്കണം. പക്ഷേ ഇവിടെ ഒന്നും നടക്കാറില്ല ഗൈസ്. അതേപോലത്തെ ഒരു വീഡിയോ ആണ് ഇതും. ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് അമ്പാടുടെ സൗണ്ട് കേൾക്കട്ടെ. കാരണം അമ്പാടിൻ്റെ അടുത്തുണ്ട്, അവൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇടയിൽ ഇങ്ങനെ അമ്പാടുടെ സൗണ്ട് ഒക്കെ കേൾക്കും കേട്ടോ. ഞങ്ങൾ അന്ന് രാവിലെ ഏട്ടന് തൊണ്ടവേദനയൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. മൂച്ചിമ്മയാണെങ്കിൽ നിറയെ ആദ്യമായിട്ടാണ് ഈ മൂച്ചി ഇങ്ങനെ കായ്ക്കണത് കേട്ടോ. പിന്നെ അമ്മ ഉപ്പേരിക്കുള്ളത് അരി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ പതിവ് പോലത്തെ ഒരു കാഴ്ചയുണ്ട്. മാമനും കുട്ടിയും കൂടിയും പോയിട്ട് ജ്യൂസ് അതേപോലെ മുട്ടായി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു. ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ നിന്നിട്ട് പിന്നെ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ബൈക്കുമ്പോൾ പോകുകൊണ്ട് എൻ്റെ മുടിയൊക്കെ ആകെ പാറി പറന്നുകൊണ്ടിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞുകൊണ്ടാണ് മുടി ഇങ്ങനെ ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മുടി പരത്തിയിട്ടോ വണ്ടിയിൽ ഇരിക്കാറ് കേട്ടോ. അതിന് തന്നെ നമ്മുടെ നല്ല ചീത്തയും കേൾക്കാറുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ബൈക്കുമ്പോൾ പോകുമ്പോൾ എൻ്റെ ഹെൽമെറ്റ് വയ്ക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പാടിക്ക് ഹെൽമെറ്റുമ്പോൾ കുറച്ച് കളി കൂടുതലാണ്. അവനത് അഴിച്ചെടുക്കാൻ നോക്കുക, അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടീനെയും പിടിക്കാൻ വയ്ക്കില്ല, ഹെൽമെറ്റും പിടിക്കാൻ വയ്ക്കില്ല. അതാണ് കേട്ടോ ഹെൽമെറ്റ് വയ്ക്കാത്തത്. പിന്നെ ചേച്ചിയുടെ വീട്ടിലെത്തി. പിന്നെ നല്ല കളിയിലായിരുന്നു കേട്ടോ. അമ്പാടിക്ക് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ 2 കുട്ടികളുണ്ട്. അവൻ്റെ പ്രായം എന്നല്ല, കുറച്ച് വലിയ കുട്ടികളാണ്. അവിടെ ചേച്ചിയുടെ ഏട്ടൻ്റെയും കുട്ടികളാണ് കേട്ടോ. സ്നിഹ അതേപോലെ ശബരി വിഷ്ണു, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു ഞങ്ങൾ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഡോക്ടറെ കാണിക്കാൻ, ഏട്ടന് തൊണ്ടവേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏട്ടന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ വൈകുന്നേരം ചോറിന് അമ്മ ഉണ്ടെങ്കിൽ അമ്മ വയ്ക്കാറുള്ളതാണ്. അമ്മ അമ്പലത്തിൽ, ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ട് എന്നിട്ട് അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് കോഴിമുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പപ്പടവും കാച്ചിട്ടുണ്ടായിരുന്നു. മുട്ടക്കറി ആയിട്ട് വേണം കേട്ടോ ഏട്ടന് ഫുഡ് കൊടുക്കാൻ. മരുന്ന് കുടിക്കാനുണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് മരുന്ന് കുടിക്കാനുള്ളത്. അപ്പോൾ കറി ആയ ഉടനെ ഞാൻ ഏട്ടന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.